പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഈ ഡാമുകൾ നിലവിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഇതുവരെ ഇല്ലാത്തൊരു റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ ഈ 26-12 ഉത്തരവിലൂടെ 24 ഉത്തരവിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഡാമുകളെല്ലാം വൃഷ്ടി പ്രദേശം മുഴുവൻ ജെണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇടുക്കിയിലെ ഈ ഡാമിൻ്റെ പരിസരത്ത് ഇവിടെ പട്ടയം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ തീരുമാനം? പണ്ട് 2006 ഗവൺമെൻറ്, അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എടുത്ത തീരുമാനം, ജെണ്ട കെട്ടിയ പ്രദേശത്ത് ഒരു കാരണവശാലും പട്ടയം കൊടുക്കാൻ പാടില്ല. ഈ ഡാമുകളുടെ ജെണ്ട കെട്ടിയിരിക്കുന്നതിൻ്റെ പുറത്തേക്കുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കുക. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. പിന്നെ എന്തിനാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഡാമിൻ്റെ ജെണ്ട കെട്ടിയതിന് അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു? 10 ജയിലിലും 3 ജയിലിലും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. പട്ടയം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ആരെങ്കിലും പേരിൽ സ്ഥലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പട്ടയം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥലത്തും ഈ 20 മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണും പിന്നീടുള്ള 100 മീറ്റർ ചുറ്റളവ് NOCയുമായിട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ 2023 നിങ്ങളുടെ ഉത്തരവുണ്ടല്ലോ, GIMS നമ്പർ 2223. നമ്പർ 2223 23 തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് NOC സംബന്ധിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിനകത്താണ് ദ ചെയർപേഴ്സൺ ഷാൽ ടേക്ക് അർജന്റ് നെസസറി ആക്ഷൻ for the formulation of guidelines which will govern the process of issuance of NOC in the subject matter എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കി ഇരിട്ടി ടൗൺ വരെ റെസ്ട്രിക്ഷൻ വരും. ഇരിട്ടി ടൗൺ വരെ ഇതനുസരിച്ച് ഇപ്പോൾ ഉള്ള പ്രോബ്ലം, ഇങ്ങനെ ഒരു ഓർഡർ നിലനിൽക്കുമ്പോൾ, ഞാൻ ഒരു പ്രായോഗിക കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ ഓർഡർ നിലനിൽക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാർ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഒരു ഉറപ്പ് വന്നാൽ മതി, ഈ ഓർഡർ പിൻവലിക്കും എന്നൊരു ഉറപ്പ് വന്നാൽ മതി. അല്ലേ? പറഞ്ഞില്ല പറഞ്ഞാൽ മതി അല്ലേ? 12-24 ഉത്തരവ് ആശങ്കകളും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നതാണെന്ന് ബോധ്യം വന്ന സ്ഥിതിയിൽ ആ ഉത്തരവ് നടപ്പാക്കിയാല. അതിനനുയോജ്യമായ കാര്യങ്ങൾ കൂടി ആലോചിച്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞതാണ്. സാർ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ അത് പരിഷ്കരിക്കാന്ന് പറഞ്ഞത്. ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ, അത് നടപ്പാക്കില്ല. ഉത്തരവ് പിൻവലിക്കണം. ആ ഉത്തരവ് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഗവൺമെന്റ് ഇഷ്യൂ, ഉത്തരവ് പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? ഞങ്ങൾ സമ്മതിച്ചു. ഓർഡർ